മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരോട് കടുത്ത പ്രണയം തന്റെ പോസ്റ്റിലൂടെ മിക്കപ്പോഴും പങ്കുവെക്കാറുണ്ട് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. എന്നാൽ ചിലതൊക്കെ അതൊക്കെ അതിരു കവിഞ്ഞതുമാണ്. പ്രണയം മാത്രമല്ല, വിവാദമാകുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ സനൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഇത് മലയാളികൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അതിന് ആരും അത് വില കൊടുക്കാറില്ലായിരുന്നു. അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മഞ്ജു വാര്യർ വർഷങ്ങളായി മാഫിയ തടവിൽ കഴിയുകയാണെന്നും ജീവന് തന്നെ ഭീഷണി നേരിടുന്നുണ്ടെന്നും അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ അടുത്ത കാലത്തും ഇത്തരത്തിൽ സനൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന സനലിനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റാണ്. ഇത് സത്യവുമാണ്. മുംബൈ വിമാനത്താവളത്തിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നടന്നിരിക്കുന്നത്. വിവരം കൊച്ചി പോലീസിനെ വിമാനത്താവളത്തിലെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നടി മഞ്ജു വാര്യരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. സനൽകുമാർ ശശിധരനെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്യും. അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ കേസിൽ പോലീസ് നടിയുടെ മൊഴിയെടുത്തത് ജനുവരിയിലാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള സനൽകുമാറിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് മഞ്ജുവിന്റെ പരാതി. നടിക്കെതിരെ ഒട്ടേറെ പോസ്റ്റുകളാണ് പ്രതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നത്. മഞ്ജുവിൻ്റെതെന്ന പേരിൽ ഒരു ശബ്ദ സന്ദേശവും പോസ്റ്റ് ചെയ്തിരുന്നു. അതിനാൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുംബൈ വിമാനത്താവളത്തിലെ തടഞ്ഞുവെക്കൽ. നേരത്തെയും മഞ്ജുവിന്റെ പരാതിയിൽ സനൽകുമാർ ശശിധരന് അറസ്റ്റിലായിരുന്നു. നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അടക്കമുള്ള നടിയുടെ പരാതിയിലാണ് 2022 സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. വീണ്ടും സനൽകുമാറിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ 2022 കേസിലെ ജാമ്യം റദ്ദാക്കാനായി പോലീസ് കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിരുന്നു. ഈ കേസ് എടുത്ത ശേഷം മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകളും ആരോപണങ്ങളും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. മഞ്ജുവിന്റെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നും പറയപ്പെടുന്ന വ്യക്തിക്കെതിരെ പോലീസിന് പലവട്ടം പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് മഞ്ജു വാര്യർ ഭക്ഷണം നിരസിച്ചിട്ടുണ്ടെന്നും സനൽകുമാർ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. കൊച്ചി പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് ഈ നടപടി എന്നാണ് സനൽകുമാർ പറയുന്നത്. എനിക്കെതിരെ 2022 എടുത്ത കേസിൽ അന്വേഷണം നടത്തിയിട്ടില്ല. മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ മഞ്ജുവിന്റെയും മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എന്ന് അവൾ പറഞ്ഞതിന്റെ ശബ്ദരേഖ ഞാൻ പുറത്തുവിട്ടപ്പോൾ ആദ്യം അത് ആളുകളിലേക്ക് എത്താതിരിക്കാനാണ് ശ്രമങ്ങൾ നടന്നത്. എന്നാൽ അത് ജനങ്ങളിൽ എത്തി എന്ന് വന്നപ്പോൾ എനിക്കെതിരെ വീണ്ടും ഒരു കള്ളക്കേസ് എടുത്തു. അതിലും മഞ്ജു വാര്യർ മൊഴി കൊടുത്തില്ല. പകരം മറ്റൊരു കോടതിയിൽ മജിസ്ട്രേറ്റ് മുൻപാകെ തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് കൊടുത്ത മൊഴി എനിക്കെതിരെ കൊടുത്ത മൊഴിയാണെന്ന് പോലീസ് പ്രചരിപ്പിച്ചു. ഇതുവരെയും എനിക്കെതിരെ എടുത്ത കേസുകളിൽ ഒരു റിപ്പോർട്ടും പോലീസ് കോടതിയിൽ കൊടുത്തിട്ടില്ല. എനിക്കെതിരെ അറസ്റ്റ് വാറണ്ടില്ല, ഒരു വിധിയും ചാർജ് ഷീറ്റും ഇല്ല. പക്ഷേ എനിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. എങ്ങനെ? ഏത് നടപടിക്രമം അനുസരിച്ച്? എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് മടിക്കുന്നത്? നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരാളെ അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കുഴിച്ചുമൂടാൻ ലക്ഷ്യമിട്ട് വേട്ടയാടുന്നത് നിങ്ങൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ പത്രപ്രവർത്തകരെ, നിങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണല്ല, ശവക്കുഴിയാണ്. ദയവായി ചോദ്യങ്ങൾ ചോദിക്കൂ. എന്താണ് നടപടിക്രമങ്ങൾ? എന്താണ് കേസ്? എന്താണ് പരാതിക്കാരിക്ക് പറയാനുള്ളത്? ചോദ്യങ്ങൾ വിഴുങ്ങാനുള്ളതല്ല, ഉറക്കെ ചോദിക്കാനുള്ളതാണ്. ഇങ്ങനെയാണ് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.